ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇന്നിപ്പോൾ വി ഡി സതീശൻ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ചർച്ചയുടെ ക്രെക്സും അത് തന്നെയാണ്. പോയി പിണറായി വിജയൻ കാഷായ വസ്ത്രമിട്ട് വരുമോ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. ആ ചോദ്യം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു എന്നാണോ അങ്ങും കരുതുന്നത് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം? അരുണെ, എനിക്ക് തെറ്റിദ്ധാരണയൊന്നും ഉണ്ടായില്ല. പക്ഷേ അരുണ് എൻ്റെ പേര് പോലും മറന്നുപോയോ എന്നൊരു വിഷമം പെട്ടെന്ന് തോന്നി എന്നുള്ളതൊരു ശരിയാകട്ടോ. പക്ഷേ എന്തോ തെറ്റുപറ്റിയാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളിപ്പോൾ ഈ ചർച്ച തുടങ്ങിയിട്ട് ഇപ്പോൾ 32 മിനിറ്റായി. അതിൽ ജയേന്ദ്രൻ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം 20 മിനിറ്റോളം സംസാരിച്ചു. അദ്ദേഹം അതുവരെ സംസാരിച്ചത് നമുക്ക് വേണമെങ്കിൽ ഒറ്റ വരിയിൽ സംക്ഷേപിച്ച് പറയാം, അല്ലെങ്കിൽ ചുരുക്കി പറയാം. അതായത് ഇന്ന് അവിടെ പെരുന്നയിൽ നടന്ന പ്രതിനിധി സമ്മേളനം, ആ സമ്മേളനത്തിൽ 297 അംഗങ്ങൾ സംബന്ധിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പ്രഖ്യാപിച്ച, അതായത് NSS ജനറൽ സെക്രട്ടറി പ്രഖ്യാപിച്ച NSSൻ്റെ നിലപാടിനോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് 15 മിനിറ്റ് തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവിടെ ഒരാൾ പോലും എതിരഭിപ്രായം പറഞ്ഞില്ല. അതാണ് അദ്ദേഹം ഈ 20 മിനിറ്റോളം സംസാരിച്ചതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്. അത് NSSൻ്റെ നിലപാടിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്. ഈ ഒരു പാനലിൽ ഒരുപക്ഷെ അരുണും ഞാനുമായിരിക്കും NSSുമായിട്ട് വലിയ ബന്ധമില്ല. അതെനിക്ക് അരുണിൻ്റെ NSS ബന്ധം അറിയത്തില്ല, സന്ദീപിൻ്റേതും സത്യത്തിൽ എനിക്കറിയത്തില്ല. ഒരു കരയോഗം പ്രസിഡൻ്റുണ്ട്, ജയേന്ദ്രൻ NSSുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. NSSൻ്റെ സംവിധാനം നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് പത്രപ്രവർത്തനം എന്ന നിലയിലൊക്കെ. എൻ്റെ ജയചന്ദ്ര, NSS പോലെ ഒരു സംവിധാനത്തിൻ്റെ സംഘടനയുടെ, അതിപ്പം കൂടുതൽ ചോദിച്ചാൽ രാജ്മോഹൻ പറഞ്ഞുതരും, ആ ഒരു സംഘടനയുടെ പ്രതിനിധി സമ്മേളനം ചേരുമ്പോൾ അത് 270 അല്ല 370 ആണെങ്കിലും NSSൻ്റെ ജനറൽ സെക്രട്ടറി പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ചെറിയ ശബ്ദം പോലും NSSനുണ്ടാവില്ല. NSSൻ്റെ സംവിധാനം അങ്ങനെയാണ്. NSSൻ്റെ ജനറൽ സെക്രട്ടറി ഒന്നും പെട്ടെന്ന് ചുവരെഴുതിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഒട്ടിച്ചോ ഒന്നും മാറ്റാൻ പറ്റത്തില്ല. അതേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. പണ്ട് സോവിയറ്റ് യൂണിയനിൽ ക്രൂഷ്ചേവ് സ്റ്റാലിനെ തള്ളിപ്പറഞ്ഞപ്പോൾ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ക്രൂഷ്ചേവ് വെച്ച് എന്താ നിങ്ങളിപ്പം മിണ്ടാത്തേ? ആരും മിണ്ടിയില്ല. കാരണം സ്റ്റാലിൻ പോയാൽ പിന്നെ ക്രൂഷ്ചേവാ, അവിടെ മിണ്ടാൻ പറ്റത്തില്ല. NSS പിന്നെ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയാണെന്നല്ല ഞാൻ പറയുന്നത്. NSSൻ്റെ സംഘടനാ സംവിധാനം അങ്ങനെയാണ്. അവിടെ NSS ജനറൽ സെക്രട്ടറി ഒരു നിലപാടെടുത്ത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പറയില്ല. അതുകൊണ്ട് ആർക്കും ഈ നിലപാടിൽ എതിർപ്പില്ല എന്നൊന്നും പറയരുത്. രാജ്മോഹൻ എന്താ ഇവിടെ ചോദിച്ച ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇന്നലെ നമ്മളൊന്നിച്ചൊരു ചർച്ചയിലുണ്ടായിരുന്നു. അവിടെയും അതിനു മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില ടെലിവിഷൻ ചർച്ചകളിലുമൊക്കെ വന്ന ഒരൊറ്റ സംശയമേ ഉള്ളൂ. പമ്പയിലൊരു ആഗോള അയ്യപ്പ സംഗമം നടന്നു എന്നതുകൊണ്ട് മാത്രം അവിടുത്തെ വികസന പരിപാടിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ആകെ മൂന്ന് സെഷനൊക്കെ അവിടെ വെച്ചിരുന്നു. അവിടെ ചർച്ചയൊന്നും നടന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. മാസ്റ്റർ പ്ലാൻ പോയിട്ട് ഒരു മൈനർ പ്ലാൻ പോലും അവിടെ ആരുടെയും മുമ്പിലില്ല. എന്താണ് ശബരിമലയുടെ വികസനത്തെ പറ്റി പറഞ്ഞത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്? അതാണ് ചോദ്യം. അതാണ് രാജ്മോഹൻ ഇവിടെ ഉന്നയിച്ചൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി അരുണിൻ്റെ ഒരു ചോദ്യത്തിനോട് കൃത്യമായിട്ട് പറഞ്ഞു. ഈ ശരി ദൂരം എന്ന് പറയുന്നത് ഭക്തരുടേതാണെന്നാണ്. ഈ നയമാറ്റവുമായി ബന്ധപ്പെട്ട് 3-4 ന്യായങ്ങൾ ശ്രീ സുകുമാരൻ നായർ പറഞ്ഞ എന്തൊക്കെയാണ്? ഒന്ന് പറഞ്ഞത് അവിടെ വേണമെങ്കിൽ ഗവൺമെൻറ്റിന് കൂടുതൽ സ്ത്രീകളെ കയറ്റാമായിരുന്നു, എന്നിട്ടും കയറ്റിയില്ല എന്നുള്ളത്. ജയേന്ദ്ര, എന്തുകൊണ്ടാണ് അവിടെ ആളുകൾ സ്ത്രീകളെ കടത്താതിരുന്നത്, അല്ലെങ്കിൽ കടക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? അമ്മിണി ബിന്ദു പിന്നെ ഒരു കനകദുർഗ ഇവരെയും കൊണ്ടാണ്ട് 700 മീറ്റർ അടുത്ത് വരെ ചെന്നില്ലേ? എന്നിട്ട് അകത്ത് കിടക്കാൻ പറ്റിയോ? അന്ന് ശരിദൂരമെടുത്ത ഭക്തജനങ്ങൾ അവരുടെ പ്രതിരോധം കൊണ്ടാണ് അത് നടക്കാതെ പോയത്. അല്ലാതെ ഗവൺമെൻറ് പിണറായി വിജയൻ വേണ്ടാന്ന് വെച്ചിട്ടല്ല, പോലീസിൻ്റെ ഹെൽമെറ്റ് പിടിച്ചാണ് ഇവരെ കൊണ്ടുപോയത്. അപ്പം തന്ത്രി പറഞ്ഞു, ഈ സ്ത്രീകൾ ഇവിടെ കടന്നാൽ സന്നിധാനത്തിൽ വന്നാൽ ഞാൻ നടയടച്ചിട്ട് പോവും എന്ന് പറഞ്ഞു. അതാണ്. അല്ലാതെ അന്നത്തെ ഭരണകക്ഷി അല്ലെങ്കിൽ ഭരണകൂടം അല്ലെങ്കിൽ പിണറായി വിജയൻ ഇവരാരുമല്ല. അവർ ശ്രമിച്ചത് കടത്താനാണ്. ആ ന്യായം ഇവിടെ എത്രത്തോളം പ്രസക്തമാണെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണോ ഈ ഒരു നിലപാട് പെട്ടെന്ന് എടുത്തത്? പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് BJPക്കാരൊരു നിയമം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അത് ചെയ്തില്ല. ജയേന്ദ്രൻ, നമുക്കറിയാമല്ലോ ഭരണഘടനാ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഈ വിധി പറഞ്ഞത്. അപ്പോൾ ഒരു ക്ഷേത്രത്തിലെ വളരെ ആചാരപരമായ ഒരു ആവശ്യം, ആ ആചാരം സംരക്ഷിക്കണമെന്ന് അന്നും ഇന്നും പറയുന്ന ഒരാളാണ് ഞാൻ.
കാരണം ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയോ NSS SNDP ഒന്നുമല്ല. പക്ഷേ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന പലരും പിന്തിരിപ്പൻ എന്ന് പറയുന്ന ആശയമുള്ള ആളാണ് ഞാൻ. എനിക്കതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഒരു ക്ഷേത്രത്തിലേക്ക് മാത്രമായിട്ടൊരു നിയമനിർമ്മാണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ആർക്കും അറിയാൻ മേലാത്തത്? ജയചന്ദ്ര കോൺഗ്രസ് കള്ളത്തരം കാണിക്കുന്നെന്ന് പറഞ്ഞു. ഈ നിലപാടിൽ കോൺഗ്രസ് കള്ളന്മാരോ കള്ളത്തരം കാണിക്കുന്നവരാവട്ടെ, അതോടെ നിൽക്കട്ടെ, രണ്ടാമത്തെ വിഷയം. പക്ഷേ ഈ വിഷയത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് എന്ത് കള്ളത്തരമാണ് കാണിച്ചത്? NSSൻ്റെ പ്രവർത്തകർക്ക്, കരയോഗം പ്രസിഡന്റ് പോലുള്ളവർക്ക് ഇതറിയാൻ താല്പര്യം ഉണ്ടാവില്ലേ? കേരളത്തിൽ ഈ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഈ വിഷയമായിട്ട് അടുത്ത ബന്ധമില്ലെങ്കിലും അറിയാൻ ആഗ്രഹമില്ല എന്തുകൊണ്ടാണിത്. പിന്നെ തെറ്റുതിരുത്തി വന്ന ഒരു ഇടതുപക്ഷ സർക്കാർ, അപ്പോൾ തെറ്റുതിരുത്തി വരുമ്പോൾ അവരെ നമുക്ക് സ്വീകരിക്കാമല്ലോ എന്ന്. ഇതൊക്കെയാണോ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം? അങ്ങേക്കറിയാമല്ലോ, NSS എപ്പോഴും ദേവസ്വത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രാധാന്യം നൽകുന്ന ആളാണ്. ഈ പണ്ട് കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് ഹിന്ദു മണ്ഡലം ഉണ്ടായതും അതിനൊരു ഡെമോക്രാറ്റിക് കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖം ഉണ്ടാക്കിയതൊക്കെ ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു വളരെ പ്രധാനപ്പെട്ടത്. പിന്നെ താങ്കൾ ചോദിച്ചല്ലോ, ഇവിടെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് NSSൻ്റെ സഹായത്തോടെ വന്നിട്ടുണ്ടോ എന്നുള്ളത്. കേന്ദ്ര 57 സർക്കാർ വന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഫലമായിട്ടാണ്. അത് CPM ഔദ്യോഗികമായി അല്ല, അന്നത്തെ CPI അവർ ഔദ്യോഗികമായിട്ട് ചെയ്തതല്ല. MN ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിൽ മന്നത്ത് പത്മനാഭനുമായി ചേർന്ന് ആലപ്പുഴ, കൊല്ലം, അന്നത്തെ കൊല്ലം, പത്തനംതിട്ടയിൽ ആലപ്പുഴ, കൊല്ലം, കോട്ടയം ജില്ലകളിൽ വിജയസാധ്യതയുള്ള നായർ സമുദായങ്ങൾക്ക് വിജയസാധ്യതയുള്ളിടത്ത് നായർ സമുദായ അംഗങ്ങളെ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ച, ഞാൻ വേണമെങ്കിൽ സൗകര്യം പോലെ എണ്ണം പറഞ്ഞു തരാം ജയചന്ദ്രന്. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഇന്ന് നമ്മുടെ ജനറൽ സെക്രട്ടറി എന്താ പറഞ്ഞത്? ഞങ്ങളുടെ നിലപാടിലൊന്നും ഒരു മാറ്റവുമില്ല, മന്നത്ത് പത്മനാഭൻ എടുത്ത നിലപാടുകൾ. മന്നത്ത് പത്മനാഭൻ്റെ നിലപാടാണോ ഇപ്പം എടുത്തിരിക്കുന്നത്? ആണോ? അപ്പം ഈ രാജ്മോഹനെ പോലെ, ഞാൻ രാജ്മോഹനെ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ അദ്ദേഹം ഉള്ളതുകൊണ്ടാണ്. ഇവർ ചോദിക്കുന്ന ഒരു ഒറ്റ കാര്യത്തിനൊരു ഉത്തരം പറഞ്ഞാൽ മതി. സുപ്രീം കോടതി വിധി അവിടെ നിൽക്കുക, അതാരും വിസ്തരപ്പെടുത്തിയിട്ടില്ല. അതുമാത്രമല്ല, 10നും 50നും വയസ്സിനിടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ നയമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് VS അച്യുതാനന്ദൻ സർക്കാർ നൽകിയ അഫിഡാവിറ്റ് അവിടെ നിൽക്കുകയാ. മാറ്റമുണ്ടാകണം, സർക്കാരിന് മാറ്റമുണ്ടായി എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ NSS കൊടുത്തിട്ടുള്ള ഒരു പുനഃപരിശോധന ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. അത് അടുത്ത കാലത്ത് പോലും എടുക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ആ കേസിൽ NSS എടുത്ത നിലപാടിന് അനുകൂലമായിട്ട് കക്ഷി ചേരാൻ പിണറായി വിജയന്റെ സർക്കാരിന് സാധിക്കുമോ? അതിനുള്ള ധൈര്യമുണ്ടോ? അതുപോലെ തന്നെയാണ് അഫിഡാവിറ്റ് പിൻവലിച്ചാൽ പോരാരുണേ. അല്ല, ഒറ്റ കാര്യം പറയട്ടെ, ഞാനൊരു മിനിറ്റ് പറയട്ടെ അരുണേ. എനിക്ക് തരണ്ടേ സമയം? നിങ്ങളെന്നെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയതല്ലേ. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. അഫിഡാവിറ്റ് പിൻവലിച്ചാൽ പോരാ. പിണറായി വിജയൻ സർക്കാർ കൊടുക്കേണ്ട അഫിഡാവിറ്റ് ആണെന്നറിയാമോ? ഞങ്ങളുടെ ഗവൺമെന്റിന്, ഞാൻ നയിക്കുന്ന ഗവൺമെന്റിന്റെ നിലപാട് 10നും 50നും വയസ്സിനിടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളെ ശബരിമല സന്നിധാനത്തിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ ഒരു അഫിഡാവിറ്റ് കൊടുക്കാൻ പറയുമോ? എന്നിട്ട് അല്ലാതെ ഈ ഗവൺമെന്റ് മാറി ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല, കണ്ടില്ലേ 297 പേരും അംഗീകരിച്ചു എന്നൊക്കെ വാദത്തിന് വേണ്ടി പറയാമെന്നല്ലാതെ, ജയചന്ദ്ര, നിങ്ങൾ പറഞ്ഞത് സത്യം പറഞ്ഞാൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് പറയുന്നതിൽ എനിക്ക് നിങ്ങളായതുകൊണ്ട്, മറ്റാരെങ്കിലും എനിക്ക് അങ്ങനെ സങ്കടം തോന്നത്തില്ല. നിങ്ങളായതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട്. നിങ്ങൾ വെറുതെ NSSനെയും അത് ഒപ്പം പിണറായി വിജയനെ ന്യായീകരിക്കാൻ, ഗവൺമെന്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. Debate with Dr. Arun Kumar.